സോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള ഒരു സാധനമാണ് ഈ ഡ്യൂക്ക് 200. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഏറ്റവും അധികം എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്ന, എനിക്ക് നല്ല ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള ഒരു വീഡിയോസിനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വളരെയധികം ഗുണം വരുന്നുണ്ട്. അതോടൊപ്പം നല്ലൊരു റെസ്പോൺസാണ് എനിക്കത് കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഏറ്റവും അധികം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഡ്യൂക്ക് 200. അപ്പോൾ ഇപ്പോൾ അധികം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഡെയിലി ഒബ്സർവേഷൻ ആയിട്ടുള്ള ചുമ്മാ കറക്കം അങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഡ്യൂക്ക് 200 ഈ വാഹനത്തിൻ്റെ തന്നെയാണ്. കാരണം എനിക്ക് മാനസികമായിട്ടും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വാഹനമാണ്. അത് കഴിഞ്ഞൊരു 8 വർഷമായിട്ട് ഞാൻ സുഖമായിട്ട് കൊണ്ടു നടക്കുന്നൊരു വാഹനമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഏകദേശം എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ മെയിനായിട്ടും കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു വാഹനം സ്വന്തമാക്കിയത്, ദെൻ ഈ വാഹനത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്. അപ്പോൾ ഈ സ്പെഷ്യാലിറ്റീസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ ഈവൻ ഇത്രയും ഒരു 6-7 വർഷമായിട്ടും സാധാരണ ആൾക്കാരാണെങ്കിൽ പുതിയ മോഡലിലോട്ടൊക്കെ മാറ്റാവുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത് റീറ്റെയിൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ ഫ്യൂച്ചറിലോട്ട് ഇതിനെ മാറ്റാനുള്ള പ്ലാൻ ഉണ്ടോ, അങ്ങനെ ഒരു ചോദ്യം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ കാര്യം കുറച്ച് ലെങ്തി ആകും വീഡിയോ എന്ന് തോന്നുന്നു. കാരണം കുറേ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ, എസ്പെഷ്യലി നിങ്ങൾ ഡ്യൂക്ക് ഓണറാണ്, അല്ലെങ്കിൽ ഒരു ബജാജിൻ്റെ ബൈക്ക് അല്ലെങ്കിൽ NS RS ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു എൻ്റേതായിട്ടൊരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ 2012 ഫസ്റ്റ് മോഡൽ ഡ്യൂക്ക് 200 ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ലോഞ്ച് ചെയ്തുമ്പോൾ എബൌട്ട് 1.3 lakhs അതിൻ്റെ വില. അതായത് വളരെ വില കുറവായിരുന്നു ഡ്യൂക്ക് 2 കമ്പയറിങ് അതർ ബൈക്സ്. ഒരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള പ്രൈസ് പലവർക്കും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇൻട്രൊഡക്ടറി ആയിട്ട് 1.3 lakhs വണ്ടി ലോഞ്ച് ചെയ്തതാണ്. നല്ല പ്രൈസ് ആയിരുന്നു. ഡ്യൂക്ക് എടുക്കാൻ പറ്റിയൊരു ടൈമായിരുന്നു. അപ്പോൾ എന്താക്കിയാലും അബദ്ധവശാൽ എനിക്ക് ആ ഒരു ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ വാഹനങ്ങളെ പറ്റി പറയുവാണെങ്കിൽ തന്നെ ഈ വാഹനപ്രേമം അധികം അതിനു മുമ്പും അധികം ഒന്നുമില്ലായിരുന്നു. മീൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് ബേസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ പൊന്മുടി എന്ന് പറയുന്ന സ്ഥലം കേട്ടുകയാണ് നിങ്ങൾ. എനിക്ക് തോന്നുന്നു ഒരു 46 ഹെയർ പിന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഹെയർ പിൻ ബെൻസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അതിലൊരു ട്രിപ്പ് പോകാനിടയായി. അപ്പോൾ കൂട്ടുകാരൻ്റെ ഒരു FC ബൈക്കുണ്ട്. FC അല്ല, ഫേസറാണ് ആ വണ്ടി. അപ്പോൾ ഞാൻ ആ വാഹനം എടുത്ത് ഓടിക്കാനിടയായി. അപ്പോൾ ആ വാഹനം ഓടിച്ചപ്പോഴാണ് ഈ വാഹനം, അതായത് എനിക്ക് ഏറ്റവും അധികം താല്പര്യം ഉണ്ടായിരുന്നത് 4 വീലേഴ്സിനോടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഒരു 2 വീലേഴ്സിൻ്റെ ഇഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ 2 വീലേഴ്സ് നമുക്ക് എന്താണ് ഒരു ഫണ്ണ് ഫാക്ടറായിട്ട് തരുന്ന, അതിനെപ്പറ്റി ഞാൻ അപ്പോഴാണ് ശരിക്കും ഒന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ കോർണറിങ് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ സമയത്ത്. അപ്പോൾ ബൈ ചാൻസ് ഞാൻ ഡയറക്റ്റ് കോർണേഴ്സ് പഠിക്കാൻ ഇടയായി. അപ്പോൾ എങ്ങനെയാണ് കോർണറിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കോർണേഴ്സ് എടുക്കുമ്പോൾ ഒരു ടാൻജൻഷ്യൽ ഫീല് നമുക്ക് ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്താണ് ആ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഫീലാണ്. കോർണർ എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് സ്പീഡ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പോകുന്ന സ്പീഡിൽ തന്നെ നമുക്ക് കോർണേഴ്സ് നല്ല രീതിയിൽ വടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫീലുമായിട്ട് ആ ഒരൊറ്റ ദിവസം ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കാരണം ടോട്ടലി ഞാൻ ചേഞ്ച് ആയിപ്പോയി അന്നത്തെ ഒരു ദിവസത്തോടെ. ഉറപ്പായിട്ടും ഒരു വളരെ കോർണർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാഹനം ഓൺ ചെയ്യുകയെന്ന് വെച്ചാൽ എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു സ്വപ്നമായി മാറുമായിരുന്നു ആ ഒരു ദിവസം കൊണ്ട്. സോ അത് ചെയ്തു. അതിനുശേഷം കുറേ ട്രിപ്പുകൾ ചെയ്തു. അപ്പോഴെല്ലാം പല ഓപ്ഷൻസായിട്ട് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. ഏത് വാഹനങ്ങൾ വേണം, എന്തെടുക്കണം. ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡോണ്ട് മൈൻഡ് ദ ബാക്ക്ഗ്രൗണ്ട്. വളരെ മോശമാണ് അവസ്ഥ. കിട്ടിയൊരു സ്ഥലത്ത് വെച്ച് ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ വാഹനം, അപ്പോൾ അന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്ന ഈ FC ഫേസറാണ്. ഫേസർ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജുമായിട്ട് കുറച്ച് വലിപ്പക്കുറവായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫേസറും FCയും ഞാൻ വിട്ടു. അതുകൂടാതെ കുറച്ച് അണ്ടർ പവേർഡുമാണ് ഈ വാഹനങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നോക്കിയത്, അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ R15 ഉണ്ട്. R15 ഞാൻ അത്ര ഒരു സ്പോർട്സ് ടൂർ അല്ലെങ്കിൽ സ്പോർട്ടി റൈഡിങ് പോസ്റ്റർ അത്ര അധികം ഇഷ്ടപ്പെടുന്ന ആളല്ല. ഇഷ്ടപ്പെടാത്തതല്ല, മീൻസ് ഞാൻ അധികം ലോങ് ടൈം ബൈക്സിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സ്പോർട്ടി പോസ്റ്റർ, പ്രത്യേകിച്ച് R15 ആണെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ള പോസ്റ്ററാണ്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നട്ടൽ വേദന, അങ്ങനെയുള്ള റിസ്റ്റ് പെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു സ്പോർട്ടി പോസ്റ്ററിലിട്ടേ നോക്കിയില്ല. എനിക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനം വേണമായിരുന്നു. സോ ഞാൻ നോക്കിയ ഓപ്ഷൻ ആ ഒരു ടൈമിൽ ലോഞ്ച് ചെയ്തതാണ്
NS 200 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. NS 200 ലോഞ്ച് ചെയ്ത് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്ന ടൈമാണ്. NS 200 അവർ ട്രിവാൻഡ്രത്ത് നിന്ന് ആ ഒരു ടൈമിൽ തന്നെ വണ്ടി എടുത്തു, ഫ്രണ്ട്സുമായിട്ട് പോയിട്ട് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു വണ്ടിയുടെ ഫീല് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ്. അന്ന് വരെ ഇറങ്ങിയ വണ്ടികളിൽ വെച്ച് ശരിക്കും നല്ലൊരു പെർഫോമൻസ് തരുന്നൊരു ഫീലാണ്, നല്ലൊരു ഗുഡ് ഫീലിംഗ് വണ്ടിയിൽ നിന്ന് കിട്ടി. ബട്ട് ആ ഒരു ടൈം ശരിക്കും NS എടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ബട്ട് എന്താണെന്നറിയില്ല, കാരണം ഡ്യൂക്കായിരുന്നു ആ സമയത്തും ഡ്യൂക്ക് ഇറങ്ങിയിട്ടില്ല. ഡ്യൂക്ക് ജസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ ആ ഡ്യൂക്കിൻ്റെ ക്വാളിറ്റി ഒരിക്കലും NS കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം NS ചെന്ന് കഴിഞ്ഞപ്പോഴേ അതിൻ്റെ പ്ലാസ്റ്റിക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി നോക്കിയാൽ, കാരണം ഇവിടെ ഞാൻ ഇപ്പോൾ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു തട്ട്, ഇതേ ഒരു തട്ട് ഞാൻ NS വന്ന് തട്ടിയപ്പോൾ അതിൻ്റെ നമുക്ക് ഒറ്റയടിക്ക് അറിയാം അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്താണ്. അപ്പോൾ 1-2 കാര്യങ്ങളാണ് NS എനിക്ക് ഇഷ്ടപ്പെടാതെ. NS ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്ന വാല്യൂവിന് കിട്ടില്ലമായിട്ടുള്ള വാഹനമാണ്, 100% ഉറപ്പാണ്. പക്ഷേ എനിക്ക് പറ്റിയൊരു വാഹനമല്ലായിരുന്നു. കാരണം കുറച്ചും കൂടെ ക്വാളിറ്റി ഞാൻ നോക്കി. വില എനിക്കൊരു മാറ്റർ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ട് ഇത്രയും നാളത്തേക്ക് ഈ ഒരു വാഹനം മാറ്റാതെ ഉപയോഗിക്കാനുള്ള മൈൻഡ് സെറ്റിലായിരുന്നു. സോ വാങ്ങിക്കുമ്പോൾ ഏറ്റവും ഒരു ഒരു വാഹനം വാങ്ങിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൂടാതെ അധികം പെട്ടെന്ന് പഴകരുത് വാഹനം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടതിൽ അതിൽ ഒരു 1986 മോഡൽ ബുള്ളറ്റിലാണ് പഠിച്ചത്. സോ എൻ്റെ ഫാദറിനെ പോലെ തന്നെ ഈ ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിൽക്കാതെ അത് റീറ്റെയിൻ ചെയ്ത് കുറച്ചധികം നാൾ കൊണ്ടു നടക്കുക എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളൊരു സാധനം വേണമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കിപ്പം തോന്നുന്നു, ഇപ്പോൾ ഞാൻ ആ ഒരു സ്ഥാനത്ത് NS എടുക്കുമായിരുന്നെങ്കിൽ ഇത്രയും നാൾ ഞാൻ കൊണ്ടു നടക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. സോ എന്തൊക്കെയായാലും NS വേറെ കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ഉണ്ടോ, ഇതിൽ വരുന്ന ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് എനിക്ക് അതിനോട് ഒരു വലിയൊരു താല്പര്യം തോന്നില്ല, ക്ലിപ്പ് ഓൺ ആയിട്ടുള്ള. സോ ഇപ്പം പലപേരും ക്ലിപ്പ് ഓൺ മാറ്റിയിട്ട് സാധാരണ ഹാൻഡിൽ ബാർസ് മാറ്റുന്നുണ്ട്. അത് നല്ല ഓപ്ഷനാണ്. അന്ന് അത് പോസിബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ദെൻ അതിൻ്റെ കൂടെ വന്നൊരു കാര്യമാണ്, കാരണം ഈ യെല്ലോ കളറിൽ ആ ടാങ്ക് വരുന്നുണ്ടല്ലോ NSൻ്റെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ നിന്നിട്ട് ചെരിഞ്ഞാണ് NSൻ്റെ ടാങ്ക് വരുന്നത്. അപ്പോൾ അത് ഈ ഒരു പോസ്റ്ററിൽ നിന്ന്, അതായത് നമ്മൾ കാണുന്ന ഒരു പോസ്റ്ററിൽ നിന്ന്, അതായത് എൻ്റെ ചാനലിൻ്റെ പേര് ഫസ്റ്റ് പേഴ്സൺ ആണല്ലോ, അപ്പോൾ ആ ഒരു എൻ്റെ കണ്ണിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ, ആ ഒരു കാണുന്ന വ്യൂവിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് പേഴ്സൺ POV വ്യൂ, ആ ഒരു വ്യൂ അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു 6-7 വർഷം ബാക്കാണ്. അപ്പോൾ ഞാൻ വളരെ ലീനാണ്, ഞാൻ ഒരു കൊച്ചു പയ്യനാണ്. അപ്പോൾ എനിക്കതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് ഞാനിത് എന്നും ഈ ഒരു വാഹനം യൂസ് ചെയ്ത് ആവുമെന്ന് എനിക്ക് ഒരു ഡൗട്ട് തോന്നി. പിന്നെ അതിനോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു മാറ്ററാണ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ കോർണർ ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ ഈ FCയുടെ ടയർ സൈസാണ് അതിൽ ഏറ്റവും വലിയ ടയർ സൈസ്. അതായത് 100 ഫ്രണ്ട് ടയറും ബാക്ക് ടയർ വന്ന് 140 FCക്ക് വരുന്നത്. അപ്പോൾ ഈ NS വന്നിട്ടും സെയിം ഏകദേശം ടയർ, എനിക്ക് തോന്നുന്നു 100 ഫ്രണ്ട് ടയറും 140 വരുന്നില്ല, NS 130 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു സെക്ഷൻ കുറവുള്ള ടയറാണ്. അപ്പോൾ അതും C8ൻ്റെ ടയറാണെന്നാണ് എനിക്ക് ഓർമ്മ. അപ്പോൾ ഇത് അത്ര ഒരു ഭയങ്കര കോർണർ ചെയ്യാൻ പറ്റില്ലെന്നല്ല, നോ ഓഫൻസ് ബജാജിനെ പറ്റി, അത് കോർണർ ചെയ്യാൻ പറ്റില്ലെന്നല്ല, കോൺഫിഡൻസോടെ കോർണർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു മാറ്റർ തന്നെയാണ്, വേറെ മാറ്റർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫാക്ടർ വലിയ കാര്യമാണ്. കാരണം ഇതിനിടയിൽ വാഹനം നോക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഈ ഹോണ്ട യൂണിക്കോൺ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഹോണ്ട യൂണിക്കോണിൽ നിന്ന് ഞാൻ കോർണർ ചെയ്യാൻ പഠിച്ച് കുറച്ചധികം ആക്സിഡൻറ്റ്സ് ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം എൻ്റെ ബ്രദറിന് തന്നെ ഞാൻ വാഹനം തിരിച്ചു കൊടുക്കുമായിരുന്നു. കാരണം എനിക്ക് കൈക്ക് ഇണങ്ങുന്നൊരു വാഹനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ അങ്ങനെ ഒരു സൈഡും ഉണ്ട്. അപ്പോൾ NS ഭയങ്കര മൂവ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്തു ഡ്യൂക്ക് 200 ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്യൂക്ക് 200 ലോഞ്ച് ചെയ്തു, ചെന്ന് വാഹനം കണ്ടു. അത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് ടൈം അതുമായിട്ട് ലവ് ആയിരുന്നു. ഇതിൽ വാഹനം കണ്ടപ്പോഴേ അത് ഉറപ്പിച്ച് പിന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യനേ ഇല്ല, ഈ വാഹനം തന്നെ ഓൺ ചെയ്യണമെന്ന് ഉറപ്പായിട്ടും ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഡ്യൂക്ക് 200 ഓൺ ചെയ്യുന്നത്. അവിടെ എന്തായാലും ഈ ഒരു വാഹനം എസ്പെഷ്യലി ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ, ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്യാതെയാണ് ഞാൻ വണ്ടി എടുത്തത്. അതായത് 2013 ഈ ഒരു വണ്ടി ഡ്യൂക്ക് 200 ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, വളരെ വലിയൊരു ഹൈപ്പുള്ള വണ്ടിയായിരുന്നു ഇത്. അതുകൂടാതെ ഒരു സൂപ്പർ ബൈക്ക് എങ്ങനെയാണോ ആൾക്കാർ കാണുന്നത് ഇപ്പോൾ, അതേ ഒരു രീതിയിലാണ് ഡ്യൂക്ക് 200 കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെയാണ് അത് മാറിയത്. എന്തൊക്കെയായാലും കമ്മിങ് ടു പോയിന്റ്,
അപ്പോൾ അത്ര ഹൈപ്പുള്ളൊരു ടൈമാണ്. ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് ഈ വാഹനം ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത് ഒരു ഡ്യൂക്ക് 200 ഞാൻ ഒരു എക്സ്പീരിയൻസ് ചെയ്യാതെ ഡ്രൈവ് ചെയ്യാതെ തന്നെ ഞാൻ ഈ വാഹനം ഇത് മതി എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഈ വാഹനം ഞാൻ എടുക്കുന്നത്. സോ ജസ്റ്റ് ഇതിനു മുമ്പ് ഞാൻ വണ്ടി ഒന്ന് എൻ്റെ ഒരു നെയ്ബറിന് ഈ ഒരു വാഹനം ഉണ്ടായിരുന്നു, 2013 മോഡൽ. അപ്പോൾ പുള്ളിക്കാരൻ്റെ റൈഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം റൈഡിങ് ആണ്. അപ്പോൾ പുള്ളിയും ഒരു ഓട്ടോ എൻതൂസിയാസ്റ്റ് ആണ് ഭയങ്കരമായിട്ട്. അപ്പോൾ പുള്ളിയും വണ്ടി ഇറങ്ങിയപ്പോൾ ഉടനെ ലോഞ്ച് ചെയ്തപ്പോൾ എടുത്താണ്. അപ്പോൾ 1.3 lakhs ആണെന്ന് ഓർക്കണം. അപ്പോൾ അതിനുശേഷം ഞാൻ വണ്ടി എടുത്തതും വളരെ കഷ്ടപ്പെട്ടാണ്, വീട്ടുകാരുടെ സപ്പോർട്ടോടെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ വണ്ടി എടുക്കുമ്പോൾ 1.5 lakhs ആണ്. അപ്പോൾ അതൊരു വലിയ ബർഡൻ ആയിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ടാണ് ആ കടം തീർത്തത്. ദെൻ അങ്ങനെ വണ്ടി ലോഞ്ച് ചെയ്തു, വണ്ടി എടുത്തു, വളരെ ഹാപ്പിയാണ്. അങ്ങനെ ആ ഒരു ട്രാവലാണ്, ആ ഒരു യാത്രയായിരുന്നു ഇത്രയും നാൾ. ആക്ച്വലി 7.4 years ആയി, 7.5 വർഷമായിട്ട് വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് KTM ഡ്യൂക്ക് 200 നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിനിടയിൽ വാഹനങ്ങൾ വേറെ മാറ്റാൻ തോന്നിയില്ലേ എന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഹനങ്ങൾ തീർച്ചയായിട്ടും മാറ്റാൻ തോന്നി. ഒരിക്കലും ഇതിനെ റീപ്ലേസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈമിൽ ഡ്യൂക്ക് 200 മാറ്റിയിട്ട് 390 അല്ലെങ്കിൽ എനിക്കിപ്പോൾ കോണ്ടിനെൻ്റൽ 650 ഭയങ്കര ഇഷ്ടമുള്ളൊരു വാഹനമാണ്. അപ്പോൾ 650 എടുക്കണമെന്ന് ഭയങ്കരമായ ഒരു താല്പര്യം തോന്നിയ ടൈമുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ 1-2 പേരെടുത്ത് ഈ വാഹനം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞതിൻ്റെ റെസ്പോൺസ് എന്ന് വെച്ചാൽ അപാര റെസ്പോൺസായിരുന്നു. എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പഴയ വാഹനങ്ങൾക്ക് KTMൻ്റെ പഴയ വാഹനങ്ങൾക്ക് മാർക്കറ്റിൽ വളരെയധികം വാല്യൂ ഉണ്ടെന്ന്, അത്ര നല്ലൊരു മിൻറ്റ് കണ്ടീഷനുള്ള ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടാൻ വളരെ പാടാണെന്നുള്ള സത്യം ഞാൻ അപ്പോഴാണ് മനസ്സിലായത്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഏകദേശം അത് ഡ്രോപ്പ് ചെയ്തു, കൊടുക്കാനുള്ള പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. കാരണം പല പേരും വന്ന് നല്ല പ്രൈസ് പറഞ്ഞു, എന്നിട്ടും 1 lakh അടുപ്പിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നിട്ടും കൊടുത്തില്ല. കാര്യം ഞാൻ ഇപ്പോൾ ഒരു 48,000 kilometers ഇത്ര നാൾക്കിടയിൽ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ള മറ്റൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, നമ്മൾ റൈഡൊക്കെ പോകുമ്പോൾ തന്നെ പലവരും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴും ഉൾനാടുകളിലൊക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോഴും ഇതൊരു സൂപ്പർ ബൈക്ക് തന്നെയാണ്. സോ ആൾക്കാർ വന്ന് സംസാരിക്കും. അല്ലാതെ സിറ്റിയിലൊക്കെ വെച്ച് നിന്നുമ്പോൾ ആൾക്കാർ സംസാരിക്കാറുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ എത്ര നാളായി വണ്ടി എടുത്ത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും അതെ ഒരു 8 വർഷമായി ആവാറായി എടുത്തിട്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. 8 വർഷം പഴക്കമുള്ളൊരു വണ്ടിയോ ഒരിക്കലുമല്ല, ആൾക്കാർ വിശ്വസിക്കുന്നേ ഇല്ല. അത്ര എക്സൈറ്റ്മെൻ്റാണ് ആൾക്കാർക്ക്. 8 വർഷം പഴക്കമുള്ളൊരു വണ്ടി ഇത്രയും ക്വാളിറ്റിയോടെ ഇത്രയും നല്ലൊരു കണ്ടീഷനോടെ കീപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആ വണ്ടി നോക്കുന്നുണ്ട് നല്ല രീതിയിൽ. അതിനോടൊപ്പം തന്നെ വണ്ടിയുടെ ഇൻബിൽട്ട് ആയിട്ടുള്ള ക്വാളിറ്റി വലിയൊരു ഫാക്ടറാണ് ആ ഒരു കാര്യത്തിൽ. സോ അങ്ങനെ ഒരു ഫാക്ടറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്ര നാൾ വേണമെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ എൻജിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പക്ക ഫസ്റ്റ് നോച്ച് ക്വാളിറ്റിയാണ്. അതുകൂടാതെ ആണെങ്കിലും ഈ വണ്ടിയുടെ എല്ലാ ഫീച്ചേഴ്സും ഞാൻ കുറച്ച് കാര്യങ്ങൾ ചുമ്മാ എന്താണ് പറയുന്നത്, അതിന് നമുക്കൊരു സന്തോഷം കിട്ടുമല്ലോ വണ്ടിയുടെ ഫീച്ചേഴ്സ് പറയുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കുറച്ചായിട്ട്. ഇതെങ്കിലും ഒറ്റ ഷോട്ടിൽ പിടിക്കുന്നതാണ്, ശ്വാസം കിട്ടുന്നില്ല സംസാരിച്ചിട്ട്. എന്തെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൈമിൽ 2012-13 ടൈമിൽ ഇത്രയും ഫീച്ചേഴ്സുള്ളൊരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഇത്രയും കുറച്ച് റേറ്റ് കൂടിയ വണ്ടി വേറെ ഉണ്ട്. CBR 250R എന്നുണ്ട്. നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത റേറ്റുള്ളതാണ്. ശരിക്കും സൂപ്പർ ബൈക്കായിട്ട് കൺസിഡർ ചെയ്യുന്ന CBR 250Rനെ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല പെർഫോമൻസ് വരുന്ന അപ്രൈറ്റ് പോസ്റ്ററുള്ള ഒരു നേക്കഡ് ബൈക്ക് ഡ്യൂക്ക് 200 തന്നെയായിരുന്നു. അപ്പോൾ ഇത്ര ഫെസിലിറ്റീസ് കിട്ടുന്നതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ഡ്യൂക്ക് 200ൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്, ഓവറോൾ എല്ലാം ഇമ്പ്രൂവ്മെൻറ്റ്സും വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ ബോഡി സ്ട്രെങ്ത്, ചേസസിൻ്റെ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നോച്ചാണ്. എസ്പെഷ്യലി ഞാൻ പറയാമല്ലോ, ഈ ബാക്കിലത്തെ സ്വിങ് ആം എന്ന് പറയുമ്പോൾ അലോയ് സ്വിങ് ആമാണ്. ഇത് ഒരു ഫോർജ്ഡ് അല്ല, ഇതൊരു മോൾഡഡ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. സോ മോൾഡ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ വളരെയധികം സ്ട്രെങ്ത് ഉള്ളൊരു അലോയ് ആണ്. അതുകൊണ്ട് എത്ര സ്ട്രെങ്ത് വേണമെങ്കിലും റീറ്റെയിൻ ചെയ്ത് നിർത്താനുള്ളൊരു കപ്പാസിറ്റി ഡ്യൂക്ക് 200 അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഹാർഡ് കോർണേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ സർക്യൂട്ടിൽ റൈഡ് ചെയ്യുകയാണ്, അപ്പോഴൊക്കെ നമുക്ക് വണ്ടിയുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ റിജിഡിറ്റി വലിയൊരു ഫാക്ടറാണ്. സോ ആ ടൈമിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഇപ്പോൾ KTMൻ്റെ RCക്ക് ആയാലും ഡ്യൂക്ക് 200-നായാലും നല്ല രീതിയിൽ പറ്റും. സോ നിങ്ങൾ കുറച്ചും കൂടെ ഹാർഡായിട്ട് റൈഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റിക്ക് നല്ലത് ഇങ്ങനൊരു വാഹനം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്തത്. സോ
പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ ടയർ സെക്ഷനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നു. 110 സെക്ഷൻ ഇൻ ഫ്രണ്ട് ആൻഡ് 150 സെക്ഷൻ അറ്റ് ബാക്ക്. സോ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പിറലിലെ ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു ടയറാണ് ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത്. പിന്നെ ബാക്കിൽ ഇട്ടേക്കുന്ന ആൽഫ H1 ആണ് അപ്പോളോയുടെ. നല്ല കിട്ടുന്ന ടയറാണ്, സൂപ്പറായിട്ടുണ്ട്. ഉടൻ തന്നെ ഇതിനെ മാറ്റാൻ, ഇതിൻ്റെ ടയർ അത്ര പോയിട്ടില്ലെങ്കിൽ പോലും മാറ്റാനുള്ള ടൈം ആയതുകൊണ്ട് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ ഇരിക്കുകയാണ്. സോ ദെൻ എസ്പെഷ്യലി പറയേണ്ട ഒരു കാര്യമാണ് ഷോക്സിൻ്റെ ഫ്രണ്ടിലെ അപ്സൈഡ് ഡൗൺ ഫോക്ക് 41 mm തിക്നെസ് ആണെന്ന് തോന്നുന്നു. നല്ല ചങ്കി ആയിട്ടുള്ള, നല്ലൊരു സൈസ് തരുന്ന, നല്ലൊരു സ്ട്രെങ്ത് തരുന്ന ഒരു ഫോക്കാണ്. അപ്പോഴും അതിൻ്റെ സ്ട്രെങ്തും പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നോർമൽ ടെലിസ്കോപ്പിക് ഫോർക്ക്, അല്ലെങ്കിൽ അതായത് പൾസറിലുള്ള ടെലിസ്കോപ്പിക് ഫോർക്ക്, അല്ലെങ്കിൽ ആ ടൈമിൽ ഇറങ്ങിയ RM5 ടെലിസ്കോപ്പിക് ഫോർക്കൊന്നും ഇത്രയും പെർഫോമൻസ് ഒരിക്കലും തരത്തില്ല. കുറച്ചും കൂടെ ഇത് മെയിൻ്റെനൻസ് ഫ്രീ ആണ്. പിന്നെ ഞാൻ ഒരു സ്പെഷ്യലായിട്ട് കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിയുമ്പോൾ, എന്താ പറയണ്ടേ, ഈ പലപേരും യൂസർ എക്സ്പീരിയൻസിൽ KTM പറ്റി പറയുമ്പോൾ പലപേരും പറയുന്നൊരു കാര്യമാണ് ഫ്രണ്ട് ഫോർക്ക് ലീക്ക്, അതുകൂടെ ബാക്ക് ഷോക്കിൻ്റെ കംപ്ലൈൻറ്റ്. ഞാൻ പറയാലോ, എനിക്ക് ഇത്രയും നാളായി 8 വർഷമായിട്ട് ഞാൻ ഹാർഡ് യൂസ് ചെയ്യുന്നതാണ് ബൈക്കിനെ. ഇതുവരെയായിട്ടും ഫ്രണ്ടിന് എനിക്കൊരു ലീക്കും ഉണ്ടായിട്ടില്ല, ബാക്ക് ഷോക്കിന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല. പീസ്ഫുള്ളാണ്. സോ അതുകൂടാതെ വേറെ കാര്യങ്ങൾ പറയാനുള്ളത് എൻജിനെ പറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻജിൻ ലൈറ്റ് അലോയ് മെറ്റീരിയൽ, അലൂമിനിയം മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഡിസൈൻ വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഈ ഒരു ഡിസൈനൊന്നും ഒരിക്കലും മാഞ്ഞു പോകുന്നൊരു ഡിസൈൻ അല്ല. കാരണം ഞാൻ വണ്ടി ലോഞ്ച് ചെയ്തപ്പോൾ എന്തുമാത്രം പുതുമയുണ്ടായിരുന്നു ഈ വണ്ടി. ഇപ്പോഴും സ്റ്റിൽ ഈ ഒരു ഡിസൈൻ